പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാവർക്കും നമസ്കാരം. ഡൽഹിയിൽ നടക്കുന്ന കലാപം നീറ്റ് പരീക്ഷയെ സംബന്ധിച്ചാണെന്ന് പറയുന്നു. നീറ്റ് പരീക്ഷയിൽ അത് ഇങ്ങനെ തെറ്റുകുറ്റങ്ങൾ വർഷങ്ങളായിട്ട് ഓരോ വർഷങ്ങളും നടന്നുകൊണ്ട് ഇത് പുതിയ കാര്യങ്ങളൊന്നുമല്ല. അതിനുള്ള പ്രതിവിധി ചെയ്യാനുള്ള ഭരണകർത്താക്കളുണ്ട്, അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു. രണ്ടാമത് പുനഃപരീക്ഷ നടത്തി, റിസൾട്ട് വന്നു. കൗൺസിലിങ്ങിന് വേണ്ടി കുട്ടികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പം ആ നീറ്റ് പരീക്ഷയുടെ പേരിലാണ് ഇന്ത്യയിൽ തലസ്ഥാന നഗരിയിൽ ഡൽഹിയിൽ ഈ തോന്നിവാസങ്ങൾ കാണിക്കുന്നത്. ഇപ്പോൾ അവർക്ക് നീറ്റിനെ കുറിച്ചൊന്നുമല്ല അവർക്ക് ആവശ്യം. ആ നീറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളെ പോയി അവിടെ വേറൊരുത്തനെ റിലീസാക്കുക, കാശ്മീരിലെ പഴയ പോലെ ആക്കുക, പിന്നെന്തുവാ നരേന്ദ്രമോദി രാജിവെക്കുക എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളാണ് അവർക്ക് നീറ്റിൻ്റെ പേരിൽ തുടങ്ങിയതാണ്. അപ്പോൾ അവരുടെ ഉദ്ദേശങ്ങളൊന്നും ഇതൊന്നുമല്ല. ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രിയപ്പെട്ട മോദിജിയാണ്. എല്ലാവരുടെയും മോദിജിയാണ് അദ്ദേഹം. ഓരോ ഇന്ത്യക്കാരൻ്റെയും പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിനെ റെസ്പെക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് റെസ്പെക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. തെറ്റുകളെല്ലാം തിരുത്തി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന തോന്നിവാസങ്ങൾ, ഇതിൻ്റെ പേരിൽ നീറ്റ് പരീക്ഷയുടെ പേരിൽ എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന തോന്നിവാസങ്ങൾ, പോലീസ് ജീപ്പിന് കല്ലെറിയുന്നു, പോലീസുകാരെ ആക്രമിക്കുന്നു, അവിടുത്തെ വെഹിക്കിൾ മറ്റുള്ള സംവിധാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു, ഹൈ സെക്യൂരിറ്റി ഏരിയയിലോട്ടൊക്കെ കടന്നു കയറുക. ഇവർക്കൊക്കെ അതിനുള്ള ശിക്ഷകൾ, അല്ല അവർ പിടിക്കപ്പെടുമ്പോൾ അതിനുള്ള ശിക്ഷ അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. പാർലമെൻറ്റ് ഏരിയയിലൊക്കെ കടന്നു ചെല്ലുക, പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കുക, പ്രധാനമന്ത്രിയുടെ വസതിയുടെ അങ്ങോട്ട് കയറി ചെന്ന് ബഹളം ഉണ്ടാക്കി. എന്താണ് ഈ നടക്കുന്നത്? ഇവരെന്താണ് ഈ കാണിക്കുന്നത്? ഇവരാരും വിദ്യാർത്ഥികളല്ല. 10ഉം 30ഉം വയസ്സിന് മുകളിലുള്ളവരാണ് ഈ കാണിക്കുന്ന തോന്നിവാസങ്ങളെല്ലാം കാണിക്കുന്നത്. 17-18 വയസ്സുള്ള നീറ്റ് പരീക്ഷ എഴുതുന്ന പിള്ളേരെല്ലാം പരീക്ഷ എഴുതി അവരുടെ അടുത്ത കാര്യങ്ങളിലേക്ക് അവർ ശ്രമിക്കാൻ പോകുന്നുണ്ട്. ഒറ്റ വിദ്യാർത്ഥികളെ അവിടെ കാണുന്നില്ല. അവർക്കാർക്കും ഒരു പ്രശ്നമില്ല. പരീക്ഷ റീടെസ്റ്റ് നടത്തി അതിലും അവർ നന്നായി പഠിച്ച് നല്ല സ്കോർ വാങ്ങി. ഈ കാണിക്കുന്ന ആക്രമങ്ങളും കാണിക്കുന്നവരാരും വിദ്യാർത്ഥികളല്ല. വിദേശ രാജ്യങ്ങളിൽ നിന്നും കൂടെ അമേരിക്കയിൽ നിന്നൊക്കെ വന്നവരവന്മാർ സമരം ചെയ്യുന്നെന്ന്. അവർക്കൊക്കെ എന്ത് റൈറ്റാണ് നമ്മുടെ രാജ്യത്ത് വന്ന് ഈ തോന്നിവാസം കാണിക്കുക? അവനെയൊക്കെ പിടിച്ച് ജയിലിലിടുകയാണ് വേണ്ടത്. ഈ വന്നവിടെ ആക്രമങ്ങൾ ആരൊക്കെ നടത്തിയിട്ടുണ്ടോ ഓരോ വ്യക്തികളെയും നമ്മുടെ പ്രിയപ്പെട്ട ഭരണകർത്താക്കൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിനെയും പിടിക്കുക. പാസ്പോർട്ട് ഇനി ഒരിക്കലും കൊടുക്കരുത്. ഇവന്മാരെ പിടിച്ച് അകത്തിടുക. ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്തുവാണ് ഓരോ വർഷം നടക്കുന്നത്? ഇത് പറയുന്നത് ഇതൊന്നുമല്ല. അവരുടെ ലക്ഷ്യമൊക്കെ മോദിജി തന്നെയാണ്. രാജ്യത്തിൻ്റെ പൊതുമുതലൊക്കെ നശിപ്പിക്കുക എന്നൊക്കെ പറയുന്നതും നീറ്റ് പരീക്ഷയും തമ്മിൽ എന്താണ് ബന്ധം? ഇവർ പറയുന്ന മുദ്രാവാക്യവും നീറ്റ് പരീക്ഷയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സെൻട്രൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, മോദിജി രാജിവെക്കണം, എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്തുവാണ് ഇവർ പറയുന്നത്? ഇവർക്ക് തന്നെ അറിയുന്നില്ലയോ? ഇവർക്കൊക്കെയുള്ള മോദി വിരോധമാണ്. മോദിജിയോട് എന്തോ വിരോധം കാണിച്ചെന്ന് പറഞ്ഞാലും രാജ്യം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. അദ്ദേഹം സ്ട്രോങ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ കാലയളവിൽ അദ്ദേഹം ചെയ്തിരിക്കും. അതിനുശേഷം അതിലും സ്ട്രോങ് ആയ വ്യക്തി പ്രധാനമന്ത്രിയായിട്ട് വന്നിരിക്കും. രാജ്യത്തിനെ കുട്ടിച്ചോറാക്കാൻ ആരും സമ്മതിക്കത്തില്ല. നിങ്ങളൊക്കെ എന്തിനാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നവർ? നിങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ, ഇവർ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് എന്തിനാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ 1-2 വീഡിയോ ആയിട്ട് എനിക്കെതിരെ ഇങ്ങനെ കമൻറ്റുകൾ വരുന്നുണ്ട്. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ, നീറ്റ് പരീക്ഷയും നമ്മുടെ പൊതുമുതലും തമ്മിൽ എന്ത് ബന്ധം? എന്തിന് പൊതുമുതൽ നശിപ്പിക്കുന്നു? അവർ പറയുന്ന മുദ്രാവാക്യങ്ങൾ അതും നീറ്റ് പരീക്ഷയും തമ്മിൽ എന്താണ് ബന്ധം? എൻ്റയർലി ഡിഫറൻ്റാണ്. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഈ സംസാരിക്കുന്നത്. അവർക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്നത് ഓൺലൈനിൽ മൊത്തം സൊമാറ്റോ ഇത് മൊത്തം അവർക്ക് അവിടെ കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഫുഡ് സപ്ലൈ ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓർഡർ കൊടുത്തേക്കുന്നതെന്ന്. ഇന്ന വ്യക്തിയെന്നൊന്നുമില്ല. ആര് എന്ന് മേടിച്ചാലും അവർ ഫുഡ് കൊടുക്കുക. അതിനൊക്കെ ഫണ്ട് എവിടുന്നാണ്? ഈ വേണ്ടാധീനത്തിന് വേണ്ടി ഫണ്ട് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം പിടിക്കപ്പെടണം. ആരൊക്കെ കേരളത്തിൽ നിന്ന് കുറേ സിനിമാ താരങ്ങളും കുറേ സോഷ്യലിസ്റ്റുകളും ഒക്കെ പോയിട്ടുണ്ട്. ഓരോന്നിനെയും പിടിക്കണം, പൊക്കണം.
ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആരാണ് ഇതിൻ്റെ പുറകിൽ നിന്ന് ഇവർക്ക് പണം കൊടുത്ത് അവിടെ ചെല്ലാനും അവിടെ ചെന്ന് ഇത്രയും ഇവർക്കുള്ള തീവ്രമായ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവന്മാർക്ക് ഫുഡും കാര്യങ്ങളും സപ്ലൈ ചെയ്യാനുള്ള പൈസ കൊടുക്കുന്നതും ഒക്കെ ആരാണെന്നെല്ലാം കണ്ടുപിടിച്ചിട്ട് അതെല്ലാം പുറകെ വരും. നമ്മുടെ ഭരണകർത്താക്കൾ ഇല്ലാത്തവരൊന്നുമല്ല. അവരുദ്ദേശിച്ചിരുന്നത് എല്ലാ പഴം പാറ്റാടി പശു പല്ലി പൂച്ച എല്ലാം കൂടെയും ഈ കൃമികളെല്ലാം കൂടെ ഒരു ഏരിയയിൽ ഫസ്റ്റ് വന്ന് തീരണം. നമ്മൾ ഈ രാത്രിയിൽ ലൈറ്റ് ഇടുമ്പം എണ്ണ മുക്കിയിട്ടൊരു പേപ്പർ ഇടുമല്ലോ, ഈയാമ്പാറ്റകളെല്ലാം വന്ന് അതിനകത്ത് കുടുങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ എലിയെ പിടിക്കാൻ വേണ്ടി നമ്മളൊരു പശ ഏതാണ്ടുണ്ടല്ലോ, എല്ലാ എലിയും കൂടെ ഒന്നിച്ച് വന്ന് വീഴും. അപ്പോൾ ഒന്നിനെ സെപ്പറേറ്റ് വിറക്കാൻ പോകേണ്ട കാര്യമില്ല. അതുപോലെ ഇപ്പം നമ്മുടെ ഭരണകർത്താക്കൾ ചെയ്തത് അവർ വെയിറ്റ് ചെയ്തിരുന്നു എല്ലാം കൂടെ വന്ന് ചേരട്ടെ. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലുള്ള ഈ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവന്മാരെല്ലാം ഒന്നിച്ച് വന്ന് കയറട്ടെ. ലാസ്റ്റ് വന്ന് വല വിരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് വല വിരിച്ച് എല്ലാം വന്ന് അവിടെ അടിഞ്ഞ്. രാജ്യത്തിനെ സ്നേഹിക്കുന്നവരാരും അവിടെ ചെന്നിട്ടില്ല. അവരവരുടെ കാര്യം നോക്കി രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവരവരുടെ നന്മയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. രാജ്യത്തിനെതിരെ പോയവരെല്ലാം അവിടെ ചെന്ന് ഒന്നിച്ച് അവരുടെ വലയിൽ വീണ് ഇനിയിപ്പം ഗവൺമെൻറ് നോക്കിക്കോളും. പേടിക്കാനൊരു കാര്യമില്ല. ഇനി എല്ലാത്തിനെയും പിടിച്ച് രാജ്യവിരുദ്ധ ശക്തികളെ എല്ലാം പിടിച്ച് വേണ്ട കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്തോളും നമ്മുടെ പ്രിയപ്പെട്ട ഭരണകർത്താക്കൾ.